നമസ്കാരം, സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് പ്രൊവിഡന്റ് ഫണ്ട് പെൻഷനേഴ്സ് അസോസിയേഷൻ കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പെൻഷൻ ദിനം വഞ്ചനാ ദിനമായി ആചരിച്ചു. രാവിലെ 10 മണിക്ക് കണ്ണൂർ ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും നടത്തി. PFPA ദേശീയ പ്രസിഡന്റ് M ധർമ്മജൻ ഉദ്ഘാടനം ചെയ്തു. മിനിമം പെൻഷൻ 9,000 രൂപയാക്കുക, നിർത്തലാക്കിയ DA പുനഃസ്ഥാപിക്കുക, മുഴുവൻ സർവീസിനും പെൻഷൻ കണക്കാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു മാർച്ച്. ഗൗരവമായ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് കടന്നു പോകുന്നത്. പെൻഷന്മാർ ഇനി ജീവിക്കണോ എന്നുള്ള രീതിയിലടക്കം പലരും ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. 29 കൊല്ലം കഴിഞ്ഞു പെൻഷൻ ആരംഭിച്ചു. 29 കൊല്ലം ആവാൻ പോവുകയാണ്. ഇനി കുറച്ച് ദിവസമേ ഉള്ളൂ. അടുത്ത നവംബർ 16 ആയാൽ, ഈ നവംബർ 16 25 വർഷം, 29 വർഷം. ഇത് ആരംഭിക്കുമ്പോൾ 500 രൂപ പെൻഷൻ കൊടുത്തുകൊണ്ടാണ് ആരംഭിച്ചത്. 1995 500 രൂപ എന്ന് പറഞ്ഞാൽ അത്ര ചെറുതല്ല. അന്ന് സ്വർണത്തിന് എന്താ വില, അരിക്ക് എന്താ വില, മറ്റു സാധനങ്ങൾ വസ്ത്രങ്ങൾക്ക് എന്താ വില, വളരെ കുറവാണ്. വലിയ നേട്ടമായിരുന്നു അത്. ഇതിന്റെ ഉദ്ഘാടന പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് കേരളത്തിൽ അന്ന് ബോഡിയോറൻസിലൊക്കെ പ്രവർത്തിക്കുന്ന കരാറുകാർ കമ്പനിയാണ് കേരള ട്രാൻസ്പോർട്ട് കമ്പനി, KTC. ആ കമ്പനിയിലെ 2 ജീവനക്കാരിൽ 3 ആളുകൾക്കാണ് അന്ന് 500 രൂപ ചെക്ക് കൊടുത്തത്. പിന്നെ അതിൽ ഒരാൾക്ക് ചെക്ക് കൊടുക്കാൻ അന്ന് ഒരു തൊഴിലാളി പ്രവർത്തന രീതിയിൽ എന്നെ ക്ഷണിച്ചിരുന്നു. ഞാൻ പങ്കെടുത്തു. ജില്ലാ പ്രസിഡന്റ് P ഭരതൻ അധ്യക്ഷനായി. CS ജയൻ, C വിജയൻ, താവം ബാലകൃഷ്ണൻ, ആലിക്കുഞ്ഞ് പന്നിയൂർ, KV ഭാസ്കരൻ, TV ലക്ഷ്മി തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ഡെസ്ക്, സിറ്റി ന്യൂസ്. കൂടുതൽ വാർത്തകൾ അറിയുവാൻ സിറ്റി ചാനൽ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. അപ്പോൾ YouTube ചാനൽ സന്ദർശിക്കുക. വാർത്തകൾ ഇവിടെ അവസാനിക്കുന്നില്ല. മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം. നമസ്കാരം.